പുതുവത്സര ദിനമായ ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണെന്നറിയേണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. പ്രിയപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കും. വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. വ്യക്തിപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കളോടുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സഹപ്രവർത്തകരുടെ വിശ്വാസം നേടും. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം നടത്തുക. സ്വയം പഠിക്കാനും പഠിപ്പിക്കാനും പരിശ്രമിക്കും. മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കുക. കുടുംബകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഇടവം രാശി. വ്യക്തിപരമായ കാര്യങ്ങളിൽ ഉത്സാഹമുണ്ടാകും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. സന്തോഷത്തിലും സുഖ സൗകര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തും. ഭരണപരമായ പദ്ധതികൾക്ക് ആക്കം കൂട്ടും. സുഹൃത്തുക്കളുമായുള്ള വിശ്വാസം വർദ്ധിക്കും. നിങ്ങളോട് അടുപ്പമുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക. ബന്ധങ്ങളിൽ ഊർജമുണ്ടാകും. നിർദ്ദേശങ്ങൾക്ക് പിന്തുണ ലഭിക്കും. അനായാസമായി പുരോഗതി കൈവരിക്കും. വരുമാനം വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ സ്വാധീനം ചെലുത്തും. സന്തോഷത്തിലും ക്ഷേമത്തിലും വളർച്ചയുണ്ടാകും. മിഥുനം രാശി. ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കും. സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ മുന്നിൽ നിൽക്കുക. രക്തബന്ധമുള്ളവരുടെ പിന്തുണ തുടരും. അനുകൂല സാഹചര്യങ്ങളിൽ നിന്ന് പ്രയോജനം നേടുക. ബിസിനസ് അവസരങ്ങൾ മുതലെടുക്കണം. കൃത്യസമയത്ത് ജോലികൾ പൂർത്തിയാക്കുക. വിവേകത്തോടെയും ധൈര്യത്തോടെയും പ്രവർത്തിക്കുക. സഹകരണത്തിന് ഊന്നൽ നൽകുക. ക്ഷമ ശീലിക്കണം. ശരിയായ അവസരത്തിൽ സംസാരിക്കണം. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ബന്ധം ശക്തിപ്പെടുത്തും. തടസ്സങ്ങൾ കുറയും. കർക്കിടകം രാശി. നിങ്ങൾ പരമ്പരാഗത കുടുംബ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ആഘോഷങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വീട്ടിൽ സന്തോഷവും ക്ഷേമവും നിലനിൽക്കും. ധൈര്യം നിലനിർത്തുക. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറാൻ ശ്രമിക്കുക. ഒരു വിനോദയാത്ര സാധ്യമാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. ആഗ്രഹിച്ച വിജയം കൈവരിക്കും. ഏതു കാര്യത്തിലും പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം നടത്തും. സാമൂഹിക ഇടപെടലുകളിൽ താൽപ്പര്യം വർദ്ധിക്കും. അതിഥികളുടെ വരവ് തുടരും. ചിങ്ങം രാശി. ജോലിയുടെയും ബിസിനസിന്റെയും വിപുലീകരണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. പുതിയ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വർദ്ധിച്ചേക്കാം. ബഹുമാനം വളരും. ജനങ്ങളുടെ വിശ്വാസം നേടുക. പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കും. വ്യക്തിപരമായ പരിശ്രമങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പങ്കാളിത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ലക്ഷ്യങ്ങൾ കൈവരിക്കും. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നേതൃത്വപരമായ കഴിവുകൾ മെച്ചപ്പെടും. എല്ലാവരുമായും ഒരുമിച്ച് മുന്നേറുക. ലാഭം വർദ്ധിക്കും. നിങ്ങളുടെ വ്യക്തിത്വം ശക്തി പ്രാപിക്കും. ഭരണപരമായ വശങ്ങൾ ശക്തമാകും. സ്വകാര്യത നിലനിർത്തുക. കന്നിരാശി. മതപരമായ കാര്യങ്ങളിലുള്ള നിങ്ങളുടെ താൽപ്പര്യം നിലനിർത്തണം. മംഗളകരമായ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക. ബന്ധങ്ങൾ വളരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിന് നേതൃത്വം നൽകുക. വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വസ്തുവോ വാഹനമോ വാങ്ങുന്നത് പരിഗണിക്കാം. ഭാവിയിലേക്കുള്ള ആസൂത്രണവും ബജറ്റും ശ്രദ്ധിക്കുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. പ്രൊഫഷണലിസം നിലനിർത്തുക. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. തത്വങ്ങളും നിയമങ്ങളും പാലിക്കുക. അച്ചടക്കം പാലിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ സുസ്ഥിരമായി തുടരും. ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണം. തുലാം രാശി. ജോലിയിലും ബിസിനസ്സിലും സമഗ്രമായ നേട്ടങ്ങളുടെയും വിജയത്തിന്റെയും സൂചനകൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. മുടങ്ങിക്കിടന്ന സാമ്പത്തിക കാര്യങ്ങൾ പുരോഗമിക്കും. മത്സര മനോഭാവമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് തുടരും. വ്യാപാര ബന്ധങ്ങൾ ശക്തമാകും. ജോലിയിലും ബിസിനസ്സിലും പുരോഗതി വേഗത്തിലാകും. സുഹൃത്തുക്കളുമായി കൂടിക്കാഴ്ചകൾ നടക്കും. വിദ്യാഭ്യാസത്തിലും അധ്യാപനത്തിലും മികവ് കൈവരിക്കും. വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. സഹപ്രവർത്തകർക്കിടയിൽ വിശ്വാസം വർദ്ധിക്കും. നിർദ്ദേശങ്ങൾക്കുള്ള പിന്തുണ ലഭിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. തൊഴിൽ വിപുലീകരിക്കുക. വൃശ്ചികം രാശി. അധികാരത്തിലൂടെയും ഭരണത്തിലൂടെയും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹിക പദവിയിൽ വർധനവുണ്ടാകും. വിശ്വസ്തരായ സഹകാരികൾ കൂടെ ഉണ്ടാകും. വീട്ടിലും കുടുംബത്തിലും സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. സന്തോഷവും ക്ഷേമവും പങ്കിടുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. എല്ലാവരുടെയും പിന്തുണ ലഭിക്കും. നിങ്ങൾ ലക്ഷ്യങ്ങൾ കൈവരിക്കും. സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകുക. വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യും. അവസരങ്ങൾ വർദ്ധിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. സുതാര്യത നിലനിർത്തുക. ധനുരാശി.
അധികാരികളുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായത്താൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൈവരിക്കും. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. യോഗങ്ങളിൽ കാര്യക്ഷമത പുലർത്തുക. നിങ്ങളുടെ കരിയറും ബിസിനസ്സും അഭിവൃദ്ധിപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ അവസരങ്ങൾ വന്നു ചേരും. ഭരണകാര്യങ്ങളിലും കാര്യനിർവഹണത്തിലും പുരോഗതി ഉണ്ടാകും. യാത്രയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. പരിചയസമ്പന്നരായ വ്യക്തികളിൽ നിന്ന് ഉപദേശവും പിന്തുണയും തേടുക. നിങ്ങളുടെ സ്ഥാനവും അന്തസ്സും ശക്തിപ്പെടും. ദീർഘവീക്ഷണം അനിവാര്യമായിരിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. പദ്ധതികൾക്ക് നല്ല ഫലം ലഭിക്കും. മകരം രാശി. വിജയം ഭാഗ്യത്തിന്റെ സഹായത്തോടെ ഉറപ്പാകും. വിവിധ മേഖലകളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. സ്ഥിതിഗതികൾ വേഗത്തിൽ മെച്ചപ്പെടും. തടസ്സങ്ങൾ നീങ്ങും. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അനുകൂലമായ വിവരങ്ങൾ ലഭിച്ചേക്കാം. സമൂഹത്തിന്റെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. സാമ്പത്തിക വശം ശക്തമാകും. വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ഫലപ്രദമായ ആശയവിനിമയത്തിലൂടെ നേട്ടങ്ങൾ നേടുക. മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുക. കുംഭം രാശി. ബന്ധുക്കളിൽ നിന്ന് പഠിക്കുകയും ഉപദേശം തേടുകയും ചെയ്യുക. ജാഗ്രതയോടെ മുന്നേറണം. അപകടകരമായ ജോലികൾ ഒഴിവാക്കുക. ദിനചര്യകൾ പാലിക്കുക. അപ്രതീക്ഷിത സംഭവങ്ങൾ ജോലിയെ ബാധിച്ചേക്കാം. വിവേകത്തോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. അത്യാവശ്യ കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അലസത കാട്ടരുത്. അച്ചടക്കവും സ്ഥിരതയും നിലനിർത്തുക. സമർത്ഥവും നയതന്ത്രപരവുമായ സമീപനം സ്വീകരിക്കുക. അശ്രദ്ധ ഒഴിവാക്കണം. ജോലിയും ബിസിനസ്സും ശരാശരിയിൽ തുടരും. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടും. മീനം രാശി. കൂട്ടായ ശ്രമങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കും. ടീം സ്പിരിറ്റോടെ പ്രവർത്തിക്കുക. പ്രധാനപ്പെട്ട ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിൽ അടുപ്പം വർദ്ധിക്കും. ബിസിനസ് സ്ഥിരത കൈവരിക്കും. നേതൃപാടവം വർദ്ധിക്കും. ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധമുള്ളവരായിരിക്കുക. സാമ്പത്തിക വശം ശക്തിപ്പെടും. പ്രിയപ്പെട്ടവരുടെ വിശ്വാസം നേടുക. നേതൃത്വം ശക്തിപ്പെടും. എല്ലാവരെയും ബന്ധിപ്പിക്കുന്നതിൽ വിജയിക്കും.